എല്ലാവർക്കും നമസ്കാരം. ക്യാരിസ് റേഡിയോയുടെ ക്രിസ്മസ് ബെൽസ് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ RJ ദീപ. ഇന്ന് ക്രിസ്മസ് ബെൽസ് എന്ന ഈ പ്രോഗ്രാമിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ലൂക്കോസ് അച്ചായനെയും റോസമ്മ ടീച്ചറിനെയുമാണ്. അവരുടെ 49 വർഷത്തെ ജീവിതാനുഭവങ്ങളും അതോടൊപ്പം അവരുടെ തന്നെ ക്രിസ്മസ് അനുഭവങ്ങളും പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിലൂടെ. നമുക്ക് അവരുമായി തന്നെ ചോദിച്ചറിയാം. എൻ്റെ പേര് ലൂക്കോസ്. ഞാൻ കോട്ടയത്തു നിന്ന് ഇവിടെ വന്ന് താമസമായ ഒരു വ്യക്തിയാണ്. ഞങ്ങൾ കുടുംബത്തോടു കൂടി ഇവിടെ വന്നു. അതിനുശേഷം ഞങ്ങൾ അത് കഴിഞ്ഞൊക്കെയാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. അങ്ങനെ പിന്നെ മറ്റു കാര്യങ്ങളൊന്നും കൂടുതൽ വേണ്ടല്ലോ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 49 വർഷമായി എന്ന് പറഞ്ഞല്ലോ. വിവാഹ ജീവിതം ഒരുപാട് ദുർഘടങ്ങളൊക്കെ കടന്നാണ് ഞങ്ങൾ മക്കളെ വളർത്താനും ജീവിക്കാനും ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇക്കാലത്തിൽ എത്തിയത്. പിന്നെ അതുമാത്രമല്ല, ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടായിരുന്നു. സഹോദരങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നോക്കേണ്ടിയിരുന്നു. അങ്ങനെ ഞാൻ മരിക്കുമ്പോൾ സന്നിധാറിന് 3 വയസ്സ്, അച്ചായൻ മരിക്കുമ്പോൾ സന്നിധാറിന് 3 വയസ്സായിരുന്നു ഉണ്ടായിരുന്ന പ്രായം. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള ക്രിസ്മസ് അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവച്ചാൽ കൊള്ളാമായിരുന്നു. ഞാൻ തന്നെ പറയാം. ആദ്യകാലങ്ങളിൽ ഒക്കെ ഈ ക്രിസ്മസ് എന്ന് പറയുമ്പം എല്ലാവർക്കും വലിയ സന്തോഷമാണ്. ഉണ്ണീശോയെ പറ്റി ഒരു ചിന്ത അന്നുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും ഒരു സന്തോഷമാണ്. ഉണ്ണീശോയ്ക്ക് അത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഒക്കെ അതിനു വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു സമയം. പിന്നെ അന്ന് പ്രത്യേകം ഇന്നത്തെ പോലുള്ള ആഘോഷങ്ങളോ ഒന്നും അന്നില്ല. ഒരുമിച്ച് കൂടുക, ഒരു ദിവസം ഇങ്ങോട്ടൊക്കെ പിരിഞ്ഞു പോയിട്ടുള്ളവർ സഹോദരങ്ങളൊക്കെ ഒരുമിച്ച് കൂടുക, ഒരു ദിവസം ഒരുമിച്ച് ഒരു നേരം, അത്രയൊക്കെ ഉള്ളു അന്നത്തെ ആഘോഷം എന്ന് പറയുന്നത്. പിന്നെ പള്ളിയിലൊന്ന് പോകും, സംബന്ധിക്കും, പിന്നെ നക്ഷത്രം ഉണ്ടാക്കും. അന്നൊക്കെ കൈ കൊണ്ട് നക്ഷത്രം ഉണ്ടാക്കി മടല് ചീകി കെട്ടിപ്പരിക്കൊക്കെ ഉണ്ടാക്കുന്നതാണ് നക്ഷത്രം. പിന്നെ അതിൻ്റെ അകത്ത് വെക്കുന്നത് മണ്ണെണ്ണ വിളക്കാണെന്ന്. ഇന്നത്തെ സംവിധാനമൊന്നും അന്നില്ല. പിന്നെ അപ്പം രാത്രിയിലെ പള്ളിയിൽ പോകും. രാത്രി പള്ളിയിൽ പോകാൻ ചൂട്ടും കെട്ടിയൊക്കെയാണെന്ന് പള്ളിയിൽ പോകും. ഇന്നത്തെ യാതൊരുവിധ സംവിധാനങ്ങളും അന്നില്ല. പിന്നെ ഏറ്റവും കൂടിയ സംവിധാനമുള്ളത് അരിക്കയില്ലാമ്മ. അതിനപ്പുറത്ത് വേറൊരു സംവിധാനം അന്നില്ല. ഇങ്ങനെയൊക്കെയാണ് പണ്ട് കാലത്തെ ക്രിസ്മസിനെ പറ്റി ഞങ്ങൾ. പിന്നെ അന്ന് ക്രിസ്മസിന് വേറെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു വിഭവം പ്രത്യേകമായിട്ടുണ്ടാക്കും. അല്ല ഇന്നത്തെ പോലെ ഒന്നും ഒരു ഇതുമില്ല, ഒരു അടിപൊളിയില്ല, ആഘോഷമില്ല, അങ്ങനെയൊന്നുമില്ല. ക്രിസ്മസൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ടീച്ചർ, ഇപ്പോഴുള്ള ക്രിസ്മസ് ആഘോഷവും പണ്ടത്തെ ക്രിസ്മസ് ആഘോഷവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കാരണം അന്നൊരു ആധ്യാത്മികതയുടെ ഒരു നല്ല നിറവുണ്ടായിരുന്നു. ഉണ്ണീശോയെ കാണണം, ഉണ്ണീശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകൾ. പണ്ടത്തെ ഒരു രീതി പറയുകയാണെങ്കിൽ ഉണ്ണീശോയ്ക്ക് കിടക്ക, പുതപ്പ്, പിന്നെ തലയിണ, വള, തള, മോതിരം, അങ്ങനെ ഒരുപാട് സുഹൃതങ്ങൾ കൊണ്ട്. ഞാൻ പഠിച്ചതൊരു കോൺവെൻറ്റ് സ്കൂളിലാണ്. അപ്പോൾ അവിടെ സിസ്റ്റേഴ്സ് ലിസ്റ്റ് ഇടും. ഒരു ചാപ്പലുണ്ട്. ആ ചാപ്പലിൻ്റെ മുമ്പിൽ കൃത്യമായിട്ട് എല്ലാ ദിവസവും, അധികം പിള്ളേരൊന്നും കാണിയല്ല, 1-2 പേരൊക്കെ ഉള്ളൂ. ഞാനത് പക്ഷേ കൃത്യമായിട്ട് പോകുമായിരുന്നു എല്ലാ ദിവസവും. അവിടെ ചെന്ന് അതിൽ ആ ലിസ്റ്റ് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതൊന്നും അവിടെ ചെയ്തിരിക്കും. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു വല്ലാത്ത സംതൃപ്തി ഈ 24 ദിവസം കഴിയുമ്പോൾ ആ ഉണ്ണീശയെ കാണാനൊരു ഓട്ടവും ഒരു വല്ലാത്ത ആട്ടിടയന്മാരൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നു എന്നുള്ള ഒരു വല്ലാത്ത ഫീലായിരുന്നു. ഇന്നത്തെ പോലെ ഒന്നും അല്ല. ഇന്നെല്ലാം ഒരു അടിച്ചുപൊളി ഏതാണ്ടൊക്കെ യാന്ത്രികമായിട്ടൊക്കെ നടത്തുന്ന ക്രിസ്മസ് അല്ലേ, കുറച്ച് വടക്കം പൊട്ടിക്കാം, അല്ലെങ്കിൽ ഒരു കേക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ കുറച്ച് വിഭവങ്ങളുണ്ടാക്കാം, അതൊക്കെ കൊണ്ട് അങ്ങ് തീരുന്ന പോലെയാണ്. അപ്പം അന്നത്തെ ആഘോഷം കണ്ട നമുക്ക്
ഇന്നത്തെ ആഘോഷത്തിലൊരു മനസ്സുമടുപ്പാണ്. പണ്ടും ഇതുപോലെ ക്രിസ്മസ് കരോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? സാർ പോവുമായിരുന്നോ? അതുമായിട്ട് ക്രിസ്മസ് കരോളിന് പങ്കെടുക്കുമായിരുന്നോ? ഒരുപാട് പേര് ഇതിന് കൂടെ ഉണ്ടായിരുന്നു. ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കൂ. കൂടെ പോകുമായിരുന്നല്ലോ. പണ്ടത്തെ ക്രിസ്മസ് കരോള് പിന്നെ ശരിക്കും കൂടെ അതിനോട് ആക്റ്റീവായിട്ട് നിന്ന് കരോളിൽ ആദ്യം മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളിലും നിന്നും യുവാവായിരുന്നല്ലോ അന്ന്, നേതൃത്വം കൊടുത്ത് പോകുമായിരുന്നു. അന്ന് ഒരു വലിയ സന്തോഷമായിരുന്നു പിള്ളേർക്കും യുവജനങ്ങൾക്കും എല്ലാവർക്കും. വയസ്സായ മനുഷ്യർ പോലും അന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ വരുമായിരുന്നു. അങ്ങനെയായിരുന്നു അന്നത്തെ ഒരു വീട്ടിലോട്ട് വരുമ്പോഴാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇങ്ങനെ ഉണ്ണീശോയും വഹിച്ചുകൊണ്ട് ഉണ്ണീശോ വീട്ടിൽ വരുന്നു എന്നുള്ള ഒരു സന്തോഷമാണ് ശരിക്കും അന്ന് അനുഭവപ്പെടുന്നത്. എന്തൊക്കെ വിഭവങ്ങളാണ് ഈ ക്രിസ്മസ് ആഘോഷത്തിൽ പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ മറ്റു ദിവസങ്ങളിൽ നിന്ന് വേറിട്ട് എന്തൊക്കെ വിഭവങ്ങളായിരിക്കും ഈ ദിവസം ഉണ്ടാക്കുക? പണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള വലിയ വകുപ്പുകളൊന്നും ഇല്ല. പലഹാരം എന്ന് പറയുന്നത് വല്ലപ്പോഴും ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് കൃത്യമായിട്ട് ഈ ക്രിസ്മസിനുണ്ടാവും. ഇല്ലെങ്കിൽ സാറിന് ഇഷ്ടംപോലെ കപ്പ കിട്ടും. സാധാരണ ഞങ്ങൾ കഴിക്കാറുള്ളത് കപ്പയാണ്, കപ്പയും മീനും. അപ്പം ഈ പലഹാരം എന്ന് പറയുന്നത് നമുക്ക് അന്ന് അന്യമാണ്, പഴയ കാലം. ഇന്നിപ്പോൾ ഇഷ്ടംപോലെ കഴിക്കാനുണ്ട്, നമുക്കൊന്നും അതിനോടുള്ളൊരു പ്രത്യേകതകളില്ല. പക്ഷേ ഈ വല്ലപ്പോഴും ഉണ്ടാക്കുന്ന ഈ പലഹാരത്തിനൊന്നും രുചി കൂടുതലായിരിക്കും. പിന്നെ കറിയാണെങ്കിലും അങ്ങനെയൊക്കെയാണ്, എന്തെങ്കിലുമൊക്കെ ഒരു 5-6 കൂട്ടം കറികളൊക്കെ വെച്ചൊന്ന്. അന്ന് പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ അന്ന് എല്ലാവർക്കും ഒരു പെരുന്നാൾ പോലത്തെ ആഘോഷമാണ്. എല്ലാവരും അതിനകത്ത് പങ്കെടുക്കും. പിന്നെ അടുക്കളയിലൊക്കെ കയറി എല്ലാവരും കൂടെ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ ഒരുമിച്ച് ചെയ്തോ ഒരുമിച്ച് കഴിച്ച്. അല്ലെങ്കിൽ ആ പഴയ കാലത്തിലൊക്കെ ആണുങ്ങളാരും എല്ലാവരും പുറത്തിരിക്കുമ്പോൾ അവർ പുറം കാര്യങ്ങളാണ്. അരയ്ക്കാനോ പിടിക്കാനോ ഒന്നും മറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാം പിന്നെ അരകല്ല്, ഉരല് അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ. മിക്സിയോ ഗ്രൈൻഡറോ ഒന്നും ആ കാലത്തില്ലാത്തതുകൊണ്ട് എല്ലാം നമ്മളിനെ അധ്വാനിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ അന്ന് ആ ഒരു ദിവസം ആകുമ്പോൾ എല്ലാവരും കൂടും. ഒത്തിരി സന്തോഷം. അന്നിച്ചിരി ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടെ സന്തോഷമായിട്ട് അതൊരു വല്ലാത്ത സന്തോഷമാണ്. നമുക്കത് പറയാൻ അങ്ങനെ പറഞ്ഞ് പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക സന്തോഷമാണ്. വിഭവങ്ങളൊക്കെ അന്ന് കൂടുതലുണ്ടാക്കും. ഇന്ന് ക്രിസ്മസിന് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് കേക്ക് മുറിക്കുന്ന അതൊരു ചടങ്ങ് പോലെ ആയിട്ടുണ്ട്. ബേക്കറികളൊക്കെ ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും നിറയും കേക്ക് കൊണ്ട്. അപ്പോൾ അന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, കേക്ക് കട്ട് ചെയ്യുന്ന പരിപാടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അന്ന് കേക്ക് മുറിക്കലൊന്നുമില്ല. പകരം വീട്ടിൽ വട്ടയപ്പം ഉണ്ടാക്കും, എന്നിട്ട് അത് കാലത്തെ കട്ട് ചെയ്യും. പിന്നെ ഇന്നത്തെ കേക്ക് മുറിക്കലും അന്നത്തെ കേക്ക് മുറിക്കലും തമ്മിൽ ഒരുപാട് വ്യത്യാസം. ഇന്നതൊക്കെ എല്ലാ കാര്യത്തിനും കേക്കാണ്. ബർത്ത്ഡേ വരും, അത് പലർക്ക് കാണും, ബന്ധുക്കൾ കാണും, പിന്നെ മാതാപിതാക്കൾ, മക്കൾ, അങ്ങനെ എല്ലാവർക്കും. മക്കളാണെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് 4 പേരുണ്ട്, മരുമക്കൾ 4 പേരുണ്ട്, മക്കൾ കൊച്ചുമക്കൾ 7 പേരുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഞങ്ങളൊരു 17 പേരുണ്ട്. അപ്പോൾ ഈ 17 പ്രാവശ്യവും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഈ ക്രിസ്മസും എല്ലാം വരുമ്പം കേക്കിൻ്റെ അപ്പം അത് കേക്കൊരു കാര്യമല്ലാതായി ഇപ്പം. പക്ഷെ അന്നൊക്കെ ഈ വട്ടയപ്പം, ഇതിന് പകരം വട്ടയപ്പം മുറിക്കാന്ന് പറഞ്ഞ ഒരു വലിയ സംഭവമായിരുന്നു. ക്രിസ്മസ് എന്ന് വരുമ്പോൾ പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഗാനം ഓടി വരത്തില്ലേ? ആ ഒരു ഗാനം ഒരു 2 വരി ഒന്ന് മൂളാവും. തീർച്ചയായിട്ടും. മാലാഖ വൃന്ദങ്ങൾ പാടി ഇന്നോളം പാടാത്ത പുതുഗാനം, ആട്ടിടയരവർ കേട്ടു ഇന്നോളം കേൾക്കാത്ത പുതുഗാനം. ഈ പഴയ കാലത്തെ ആഘോഷങ്ങളിൽ നിന്ന് ഇന്ന് എന്തെങ്കിലും പ്രത്യേകിച്ച് മിസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും പഴയ കാലത്തുണ്ടായിരുന്ന ഒരു ചൈതന്യവും ഒന്നും ഇന്നില്ല. ഇന്ന് വെറും ആഘോഷങ്ങൾ മാത്രമായിട്ട് മാറി. പഴയ കാലത്ത് ഇതിനെപ്പറ്റി ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷവും ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് വെറും ആഘോഷങ്ങൾ മാത്രമായിട്ട് മാറി. ശരിക്കും മിസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആഘോഷങ്ങൾ ഇന്ന് കൂടുതലേ ഉള്ളൂ. അന്ന് പക്ഷേ ആഘോഷങ്ങൾ കുറവായിരുന്നു. അന്നത്തെ ആ മാനസികമായിട്ടുള്ള നമ്മുടെ ആ ഒരു വലിയ സന്തോഷവും അതിൻ്റെ ഒരു തൃപ്തിയും ഇന്ന് ഫീൽ ചെയ്യുന്നില്ല. അതാണ്. അല്ലാതെ ആഘോഷങ്ങൾ ഇന്ന് കൂടുതലാണ്. പക്ഷെ അന്നത്തെ ആഘോഷം അതൊന്ന് വേറെ, ഇന്നത്തെ ആഘോഷം
വേറെ ആഘോഷങ്ങൾ ഇന്ന് കൂടുതലാണ്, എണ്ണത്തിലൊക്കെ ഒരുപാട് കൂടുതലാണ്. നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് ലൂക്കോസ് അച്ചായൻ്റെയും റോസമ്മ ടീച്ചറിൻ്റെയും വിശേഷങ്ങളായിരുന്നു. അവരുടെ ജീവിതാനുഭവങ്ങൾ കുറേ കേട്ടു, നമ്മൾ അത് ആസ്വദിച്ചു. പുതിയ അതിഥികളുമായി ക്രിസ്മസ് ബെൽസിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.